ഈ ഒരു കുപ്പിയിലെ സ്പ്രേ മതി നമ്മുടെ തലയിലെ പെയിൻ മൂലം ഉണ്ടാകുന്ന ചൊറികൾ, പിന്നെ ചൂട് കാലം വരുമ്പോൾ ഉണ്ടാകുന്ന കുരുക്കൾ, പിന്നെ അതുപോലെ തന്നെ താരൻ മസ്റ്റായിട്ട് മാറിക്കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ടിപ്സ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ആര്യവേപ്പിലയാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നിത് ചെയ്യാൻ പോകുന്നത്. ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലെ ചെലന്തി വലയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാം. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ തണ്ടോടെ തന്നെ ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഇതിലോട്ട് ഇടുവാണേ. ഇതിലോട്ട് ഇട്ടതിന് ശേഷം ഇവിടെ വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളച്ച് ആ ഇലയൊക്കെ വെന്ത് അതിൻ്റെ സത്ത് ഇതിലിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്പ്രേ കുപ്പി വാങ്ങുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് അരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാനായിട്ട് ഇങ്ങനത്തെ ഒരു കുപ്പി മേടിച്ച് ഇതിൽ നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നല്ല സാധനമാണിത്, പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. ഒരു 3-4 ദിവസം ഇത് നമുക്ക് ഇരിക്കും കേട്ടോ, ഒരു കേടും കൂടാതെ. എന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ സൈഡ് എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ മുടി കെട്ടി വെക്കുന്ന പോലെ കെട്ടി വെക്കുക. കഴുകേണ്ട ആവശ്യമില്ല. അതേസമയം ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് പനിയോ തുമ്മലോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ വെള്ളം എടുക്കുക, തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിച്ചിട്ട് ലാസ്റ്റ് ഈ വെള്ളത്തിൽ തല നനയ്ക്കുക. എന്നിട്ട് നമ്മൾ തുടച്ചെടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ച് കഴുകരുത്. നല്ല ബെസ്റ്റ് റിസൾട്ടാണ്. പെയിൻ മൂലമുള്ള നമ്മുടെ തലയിൽ വരുന്ന ചൊറി ചരങ്ങൊക്കെ ഉണ്ടല്ലോ, അത് താരൻ മസ്റ്റായിട്ട് മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്തേക്കുക. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.